ഹായ് എവരിവൺ, ദിസ് ഇസ് നിത. വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് പരാജയപ്പെട്ട കാര്യവുമാണ് 5 മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളത്. ഞാൻ 1 ഇയർ ആയി 4 o'clockന് എഴുന്നേറ്റ് ഫസ്റ്റ് അവേഴ്സ് വളരെ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ച് ഒരു മിറക്കിൾ മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ട്രാൻസ്ഫോർമേഷൻസ് വരാൻ കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫാക്ടറാണ് എൻ്റെ ഈ മിറക്കിൾ മോർണിംഗ് റൂട്ടീൻ. എൻ്റെ ലൈഫിലെ ടഫസ്റ്റ് ഫേസിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഏറ്റവും വലിയ ചലഞ്ച് നേരത്തെ എഴുന്നേൽക്കുക എന്നത് തന്നെയായിരുന്നു. അത് തരണം ചെയ്യാൻ ഞാൻ ചെയ്ത കുറച്ച് സീക്രട്ട് ടെക്നിക്സാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹൽ എൽറൂഡിൻ്റെ മിറക്കിൾ മോർണിംഗ് എന്ന ബുക്ക് വായിച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ മോർണിംഗ് റൂട്ടീൻ തുടങ്ങാൻ ഒരു മോട്ടീവായത്. ആ ബുക്കിൽ പറയുന്നുണ്ട്, ഒരു മോർണിംഗ് റൂട്ടീനിന് വേണ്ടി നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടെങ്കിൽ അത് വൺ ഓഫ് ദി മോസ്റ്റ് എഫക്റ്റീവ് വേ ആയിരിക്കുമെന്ന്. ആ ഒരു വഴി തന്നെയാണ് എനിക്ക് എഫക്റ്റീവായത്. നേരത്തെ എഴുന്നേൽക്കണമെന്ന് എന്നെപ്പോലെ തന്നെ ആഗ്രഹമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെയാണ് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ പാർട്ണറാക്കിയത്. ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. നാളെ മുതൽ 4 മണിക്ക് എഴുന്നേൽക്കും അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കും എന്നൊരു ഡിസിഷൻ റോങ് മെത്തേഡാണ്. അതിന് പകരം ഓരോ ആഴ്ച കൂടുമ്പോൾ മാത്രം അതുവരെ എഴുന്നേറ്റിരുന്ന സമയത്തിനേക്കാൾ 15 മിനിറ്റ് മുൻപ് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതായത് ഫസ്റ്റ് വീക്ക് 6 AM, നെക്സ്റ്റ് വീക്ക് 5:45, ദെൻ 5:30. അങ്ങനെ ഗ്രാജ്വലി മാത്രമേ നമുക്ക് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. എൻ്റെ കാര്യത്തിൽ അലാറം വയ്ക്കും. എന്നിട്ട് ഫസ്റ്റ് എണീക്കുന്ന ആൾ കോൾ ചെയ്യും. മറ്റേ ആൾ എൻ്റെ ഫ്രണ്ടിനെ, ഞാൻ എഴുന്നേറ്റെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യും. ഫ്രണ്ടാണ് എഴുന്നേറ്റെങ്കിൽ എന്നെ കോൾ ചെയ്യും. എന്നിട്ട് കോൾ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ 5 മിനിറ്റിന് ശേഷം മെസ്സേജ് അയക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അലാറം അടിച്ചിട്ടും കോൾ ചെയ്തിട്ടും വീണ്ടും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. വീണ്ടും ഉറങ്ങിപ്പോകും. 5 മിനിറ്റ് കൂടി കിടക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഉറങ്ങിപ്പോകാറുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ ഉറങ്ങിപ്പോയാൽ അതറിയാൻ പറ്റും. മറ്റൊരാൾക്ക് എണീറ്റിട്ടില്ല എന്ന് അറിയാൻ പറ്റും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടിയും കോൾ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് സക്സസ് ആയി. 6 മണിക്ക് എന്നുള്ളത് 4 മണിക്ക് എണീറ്റ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീൻസ് ചെയ്തു തുടങ്ങി. ലൈഫിൽ നടത്തിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ലൈഫിൻ്റെ ഒരു പാർട്ടായപ്പോൾ അതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആയി മാറി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാജിക്കൽ ഫീലാണ് 4 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായത്. പിന്നെ വേണ്ടത് നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഒരു സ്ട്രോങ് റീസണാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, വിളക്ക് വെക്കണം, മിറക്കിൾ മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യണം, കുറച്ചും കൂടി ബെറ്റർ ലൈഫ് വേണം. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആവശ്യങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 5 മിനിറ്റും കൂടി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാം എന്ന ചിന്ത. ഇതൊരു ബിഗ്ഗസ്റ്റ് ട്രാപ്പാണ്. അതിനുവേണ്ടി അലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണ് ഉറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് വെക്കാതെ എഴുന്നേറ്റ് പോയി ഓഫ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. പിന്നെ കിടക്കാൻ നമുക്ക് തോന്നില്ല. എഴുന്നേറ്റ ഉടനെ തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോഴേക്കും നമ്മൾ എനർജറ്റിക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി യൂസ് ചെയ്ത ടെക്നിക്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.